ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുള്ള മൾട്ടിപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളെ കയ്യിൽ ഒരു സ്ക്വയർ ഉണ്ട്, അതായത് ഒരു സമചതുരമുണ്ട്. ഈ സമചതുരത്തിൻ്റെ ഒരു സൈഡിൻ്റെ നീളം എന്ന് പറയുന്നത് 6.4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു സമചതുരത്തിൻ്റെ ഒരു സൈഡിൻ്റെ നീളം 6.4 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ, അതായത് ചുറ്റളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെരിമീറ്റർ അതായത് ചുറ്റളവ് കാണാൻ നമ്മൾ എന്താ ചെയ്യാം? പെരിമീറ്റർ കാണാൻ നമ്മൾ ഈ ഒരു സൈഡിൻ്റെ ലെങ്ത്തിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഗുണിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 6.4 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. അപ്പോൾ നമ്മൾ 6.4 സെൻറ്റിമീറ്ററിനെ നമ്മൾ ആകെ എത്ര വശങ്ങളാണുള്ളത്, ആകെ എത്ര സൈഡാണുള്ളത്? 4 അല്ലേ? അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഗുണിക്കും. അപ്പോൾ നമുക്ക് കിട്ടുക 6.4 × 4 അല്ലേ? ഇപ്പോൾ ഒരു നമ്പറിന് പോയിൻ്റ് ഉണ്ട്, മറ്റു നമ്പറിന് പോയിൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചെയ്യുക, 2 നമ്പറിനെയും പോയിൻ്റ് ഇല്ലാതെ ഗുണിക്കും. അതായത് നമ്മൾ ഇത് 64 × 4 എന്ന് ചെയ്യും. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് 256 എന്നാണ് ആൻസർ കിട്ടുക. 256 നമുക്ക് കിട്ടിയ ആൻസർ 256 എന്നാണല്ലോ. ഇതിൽ ഇവിടെ ഒരു നമ്പർ കഴിഞ്ഞിട്ടല്ലേ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു നമ്പർ മാറിയിട്ട് ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഒരു നമ്പർ കഴിഞ്ഞിട്ട് ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെയോ? ഇവിടെ പോയിൻ്റ് ഇടാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്റർ പെരിമീറ്റർ ആണല്ലോ. അപ്പോൾ അത്രയ്ക്കും സെൻറ്റിമീറ്റർ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ കയ്യിൽ ഒരു കമ്പി ഉണ്ട് കേട്ടോ, ഒരു റോഡുണ്ട്. ഇതാണ് നമ്മുടെ കമ്പി വിചാരിക്കുക. ഇതാണ് നമ്മുടെ കമ്പി വിചാരിക്കുക. ഇതിൻ്റെ നീളം 6.45 മീറ്റർ ആണ്. ഇങ്ങനെയുള്ള 3 കമ്പികൾ ഒന്നിൻ്റെ അറ്റത്ത് ഒന്നായിട്ട് വെക്കുകയാണെങ്കിൽ അതിന് ടോട്ടൽ എത്ര ലെങ്ത് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് അടുത്ത കമ്പി വെച്ചു, അടുത്ത കമ്പി ഇവിടെയും വെച്ചു. അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നീളം 6.45 ആണ്. ഇതിൻ്റെ 6.45. അപ്പോൾ ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെയും ലെങ്ത് കിട്ടാൻ ശരിക്കും കൂട്ടിയാൽ മതി. പക്ഷേ നമ്മൾ ചെയ്യുന്നത് 6.45 × ആകെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3 എണ്ണയല്ലേ ഉള്ളത്. അപ്പോൾ 3 കൊണ്ട് ഗുണിക്കും. അത് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പോയിൻ്റ് ഇല്ലാതെ 645 × 3 എന്ന് ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമുക്ക് 1935 ആൻസർ കിട്ടും. ഓക്കെ, ഈ 1935 ആൻസർ കിട്ടിയതിനെ നമ്മളിങ്ങനെ 1935 എന്ന് എഴുതിയിട്ട് ഇവിടെ 2 നമ്പർ കഴിഞ്ഞിട്ടല്ലേ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ 2 നമ്പർ കഴിഞ്ഞിട്ട് ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ മീറ്ററിലാണ് അല്ലേ തന്നിട്ടുള്ളത്, മീറ്ററിൽ. അപ്പോൾ നമ്മുടെ ആൻസറും മീറ്ററിലാണ് ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഒരു ബാഗ് ഉണ്ട്. ഈ ഒരു ബാഗിൽ 4.575 കിലോഗ്രാം ഷുഗർ ഉണ്ട്, പഞ്ചസാരയുണ്ട്. ഇങ്ങനെ 8 ബാഗുകൾ നമ്മുടെ കയ്യിലുണ്ട് വിചാരിക്കുക. ഇത് ഒരു ബാഗിലാണ് നമുക്ക് എത്ര കൊള്ള? 4.575 കിലോഗ്രാം ഷുഗർ. ഇങ്ങനെ 8 ബാഗിൽ എത്ര കിലോഗ്രാം കൊള്ളുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8 ബാഗിൽ എത്രയാണെന്ന് കിട്ടാൻ നമ്മൾ 8 × 4.575 കിലോഗ്രാം ചെയ്യണം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 8 × 4.575 ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പോയിൻ്റ് ഇല്ലാതെ നമ്മൾ ഗുണിക്കും. അപ്പോൾ നമുക്ക് 4575 ഈ ഒരു നമ്പറിനെ നമ്മൾ 8 കൊണ്ട് ഗുണിക്കും. അപ്പോൾ നമുക്ക് കിട്ടുക 36,000. ഇത് 0 ഇതാണ് കിട്ടുക. ഇതിൽ ഇവിടെ നോക്ക് നിങ്ങൾ. ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 3660. ഇങ്ങനെ നമ്പറിൽ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. അതിലിവിടെ 3 പോയിൻ്റ് കഴിഞ്ഞിട്ടല്ലേ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ
പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ 3 നമ്പർ കഴിഞ്ഞിട്ട് ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇത്രയും കിലോഗ്രാം ഷുഗറാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.